നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം പല രാഷ്ട്രീയ നേതാക്കളുടെയും വാക്കുകൾ അല്ലെങ്കിൽ ചില പരാമർശങ്ങൾ പോലും വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന കാലം കൂടിയാണ്. ഇപ്പോഴിതാ ടൈംസ് നൗ എന്ന മാധ്യമത്തിന്റെ ഒരു ഷോയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ഗതാഗത മന്ത്രിയായ നിതിൻ ഗഡ്കരി പറഞ്ഞ വാക്കുകളാണ് ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം ചർച്ച ചെയ്യുന്നത്. നിതിൻ ഗഡ്കരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് തന്നെയാണ് ഈ വേദിയിൽ വെച്ച് വാചാലനായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസം 18 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട് എന്നും കഴിഞ്ഞ 10 വർഷമായി അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ എല്ലായിടത്തും പ്രതിഫലിക്കുന്നുണ്ട് എന്നുമായിരുന്നു നിതിൻ ഗഡ്കരിയുടെ പരാമർശം. നമുക്കറിയാം, BJPയും നരേന്ദ്രമോദിയും ചേർന്ന് നിതിൻ ഗഡ്കരിയെ അവഗണിക്കുന്നു എന്നുള്ള ഒരു അടിസ്ഥാനരഹിതമായ ആരോപണം പലപ്പോഴും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ഇടയ്ക്ക് ഉദ്ധവ് താക്കറെ ഒരു ഓഫർ നിതിൻ ഗഡ്കരിക്ക് മുന്നിൽ വച്ചത്. നിങ്ങൾ നാഗ്പൂരിൽ മത്സരിക്കുന്നില്ല എങ്കിൽ ശിവസേനയിലേക്ക് സ്വാഗതം എന്നതായിരുന്നു ഉദ്ധവ് താക്കറെയുടെ പരാമർശം. അദ്ദേഹത്തിന് സീറ്റ് നൽകാമെന്നുള്ള ഒരു ഓഫർ പോലും ഉദ്ധവ് താക്കറെ നടത്തിയിരുന്നു. ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടാവുന്നത് നിതിൻ ഗഡ്കരിയെ BJPയും മോദിയും ചേർന്ന് ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ്. എന്തായാലും നിതിൻ ഗഡ്കരി അതിനുള്ള മറുപടിയും വേദിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. മോദിയുമായി തനിക്ക് അടുത്ത ബന്ധമാണ് ഉള്ളതെന്നും ഞാൻ BJP അധ്യക്ഷനായിരുന്ന കാലത്ത് അദ്ദേഹം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ എത്തിയപ്പോൾ ശേഷവും ഞങ്ങൾ തമ്മിൽ മികച്ച സൗഹൃദമാണ് ഉള്ളതെന്നുമാണ് നിതിൻ ഗഡ്കരി ഈ ഷോയിൽ പറഞ്ഞത്. അതിനോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി നിതിൻ ഗഡ്കരി പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വേച്ഛാധിപതി എന്ന് വിളിക്കുന്ന, അങ്ങനെ ആക്ഷേപിക്കുന്ന ഒരു ശീലം ഈ അടുത്തിടെയായി പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട്. പ്രത്യേകിച്ചും ധ്രുവ് രാത്തി ഉൾപ്പെടെയുള്ള യൂട്യൂബർമാർ അങ്ങനെ ചില വീഡിയോകൾ സൃഷ്ടിച്ചതിന് ശേഷം എന്തായാലും ഈ വിഷയത്തിലും നിതിൻ ഗഡ്കരി പ്രധാനമായ പരാമർശം നടത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും തൻ്റെ മന്ത്രിമാരെ ശ്രദ്ധിക്കുന്ന ആൾ തന്നെയാണ് എന്നും പലപ്പോഴും ഈ മന്ത്രിമാർക്കിടയിൽ തന്നെ പരസ്പര വിരുദ്ധമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവാറുണ്ട് ഒരേ വിഷയത്തിൽ എന്നും അത് വളരെ സ്വാഭാവികമാണ്. എന്നാൽ മോദി എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും എല്ലാവരെയും ചേർത്ത് നിർത്തുന്നുണ്ട് എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. മോദി സ്വേച്ഛാധിപതിയാണ് എന്ന ആരോപണങ്ങൾക്ക് ഒരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ല എന്നുകൂടി നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയിരിക്കുന്നു. നമുക്കറിയാം, മോദി അല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ BJPയുടെ പ്രധാനമന്ത്രി എന്ന ഓപ്ഷൻ വന്നിരിക്കുക നിതിൻ ഗഡ്കരിയിലേക്ക് തന്നെയാവും. കാരണം രാഷ്ട്രീയത്തിന് അതീതമായി ഒരുപക്ഷെ സുഷമ സ്വരാജും മറ്റും നേടിയെടുത്ത ഒരു ജനപ്രീതി വളരെ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ നേടിയെടുത്ത ഒരു നേതാവാണ് ഈ നിതിൻ ഗഡ്കരി. നമ്മുടെ കേരളത്തിൽ പോലും അദ്ദേഹത്തിന് വളരെയധികം ആരാധകരുണ്ട് എന്നതും വളരെ ശ്രദ്ധേയമാണ്. എന്തായാലും എല്ലാ സംസ്ഥാന സർക്കാരുകളോടും മികച്ച ബന്ധം പുലർത്തുന്ന, ഒരു തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കുകളിലും പെടാത്ത ഒരു നേതാവ് കൂടിയാണ് ഈ നിതിൻ ഗഡ്കരി. അദ്ദേഹം പലവട്ടം പറഞ്ഞിട്ടുണ്ട്, തൻ്റെ മണ്ഡലത്തിലുള്ള ജനങ്ങൾക്ക് എന്തെങ്കിലും സൗജന്യങ്ങൾ നൽകിക്കൊണ്ട് തനിക്ക് ഒരു തെരഞ്ഞെടുപ്പും വിജയിക്കേണ്ട, മറിച്ച് മുൻകാലത്തെ തന്നെ പ്രവൃത്തി അളന്നതിന് ശേഷം, അത് പഠിച്ചതിന് ശേഷം മാത്രം ജനങ്ങൾ തനിക്ക് വോട്ട് നൽകിയാൽ മതിയെന്ന്. അങ്ങനെയുള്ള അതേ നിതിൻ ഗഡ്കരി തന്നെയാണ് ഇപ്പോൾ മോദി സ്വേച്ഛാധിപതി അല്ല എന്നും അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നും തുറന്നു പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.